നിങ്ങൾ അമ്മ വന്നല്ലോ. അമ്മേ മോളെ, തമ്പിയേട്ടന് നിഷ എന്നെ കാത്തിരുന്ന് ക്ഷമ നശിച്ചിരിക്കുമല്ലേ? അതൊന്നുമില്ല. രാജു ഇവിടെ ഉണ്ടായിരുന്നോണ്ട് സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞേയില്ല. അമ്മ എന്താ ഇത്ര ലേറ്റ് ആയത്? വളരെ പ്രമാദമായ ഒരു കേസിന്റെ വാദം കേൾക്കാനുണ്ടായിരുന്നു. പിന്നെ തമ്പിയേട്ടനും നിഷയും വന്നു എന്ന് ഇവൻ ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ടാ ഇപ്പോഴെങ്കിലും വരാൻ പറ്റിയത്. അങ്കിളിന് കമ്മീഷനായിട്ട് പ്രൊമോഷൻ കിട്ടിയിരിക്കണമേ. ഓഹോ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പക്ഷേ പ്രൊമോഷനോടൊപ്പം തന്നെ ട്രാൻസ്ഫറും ഉണ്ടാവും. എവിടേക്കാ? അതറിഞ്ഞില്ല. പക്ഷേ അകലെ എവിടെയെങ്കിലും ആണെങ്കിൽ നിഷയെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയിട്ട് പോകാനും പ്രയാസമാണ്. അതിനെന്തിനാ തമ്പിയേട്ടൻ വിഷമിക്കുന്നത്? എന്നായാലും രവിയെ കൊണ്ട് നിഷയെ വിവാഹം കഴിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചതല്ലേ. അവളിവിടെ നിന്നോട്ടെ. വേണ്ട ലക്ഷ്മി, വിവാഹത്തിന് മുൻപ് അങ്ങനെ നിർത്തുന്നത് ശരിയല്ല. എന്നാ വിവാഹം ഉടനെ നടത്തണം. അതെങ്ങനെ നടക്കാനാ? മൂത്തവൻ നീ നിൽക്കുമ്പോ അവൻ കല്യാണത്തിന് തയ്യാറാകുമോ? തൽക്കാലം ഒരു വഴിയെ ഞാൻ കാണുന്നുള്ളൂ. എക്സാമിനേഷൻ കഴിയുന്നവരെ ഇവളെ ഹോസ്റ്റലിലാക്കാം. മണവാളം വന്നല്ലോ. എന്ത് വേണമെന്ന് ഇവൻ തന്നെ തീരുമാനിക്കും. എന്തിന്റെ തീരുമാനമാണമ്മേ? വേടാ, നിന്റെ കല്യാണക്കാര്യത്തെ പറ്റിയാണ് ഇവിടെ എല്ലാരും തലപോഞ്ഞ് ആലോചിക്കുന്നത്. നീ NCCയും കുന്തപ്ലേറ്റും ഒന്നും പറഞ്ഞ് നടക്കാതെ സൗകര്യം ഉണ്ടെങ്കിൽ ആ പെണ്ണിനെ കെട്ട്. ചുമ്മാ വാരാതെ ചേട്ടാ, ആദ്യം സ്വന്തം കാര്യം നടത്താൻ നോക്ക്. ഞാൻ നിനക്ക് സൈഡ് തന്നിരിക്കാനാവേ. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോക്കോ. മതി മതി, അച്ഛൻ കമ്പനിയിൽ നിന്ന് വന്നോട്ടെ. എല്ലാ കാര്യത്തിനും ഇന്ന് തന്നെ തീരുമാനമുണ്ട്. എപ്പോ വരും ലക്ഷ്മി? കമ്പനിയിൽ ബോണസ് കൊടുക്കുന്ന കാര്യം ആലോചന നടക്കുക. ചിലപ്പോ നേരത്തെ വരും. അത് ശരി. മിസ്റ്റർ വില്യംസ്, ഒരു സ്ഥാപനത്തിൽ ലാഭവും നഷ്ടവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന്റെ പേരിൽ തൊഴിലാളികൾക്ക് നമ്മൾ കൊടുക്കാവുന്ന സംബന്ധിച്ച ബോണസ് വെട്ടിക്കുറയ്ക്കുന്നത് നീതിയല്ല. ഈ വർഷം കമ്പനി വളരെ നഷ്ടത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഞാനത് ഓർമ്മിപ്പിച്ചത്. ഞാനും മിസ്റ്റർ മേനോനും ഈ സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് ആണെങ്കിലും ഇവിടുത്തെ തൊഴിലാളികളെ ഞങ്ങൾ ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടാണ് കാണുന്നതെന്നുള്ള കാര്യം മാനേജരായി നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ പെർസെന്റേജ് വെച്ച് തന്നെ ബോണസ് കൊടുത്തേക്കും. ശരി സാർ. മിസ്റ്റർ നായർ, നമ്മുടെ ബോംബെ കോൺട്രാക്ട് ശരിയായി. അതിന്റെ ഫയൽ കൂടി ഒന്ന് ഒപ്പിട്ട് കൊടുത്തയച്ചേ. അതിനെന്താ, ഉടനെ കൊടുത്തേക്കാം. പിന്നെ ഒരു കാര്യം, ഞാനിന്ന് നേരത്തെ വീട്ടിലെത്താമെന്ന് ജയശ്രീയെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അവള് കാത്തിരിക്കും. ഹലോ. നല്ല ആളാ. എപ്പോൾ ഫോൺ ചെയ്താലും വലിയ ബിസിയാണല്ലോ. ഒരമണിക്കൂർ എനിക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള മനസ്സില്ലല്ലോ. നാളെയോ? അയ്യോ, നാളെ ഇങ്ങോട്ട് വരണ്ട. എന്റെ ഹസ്ബൻഡ് ഉണ്ടാവും. സമയം അറിയിച്ചാൽ ഞാൻ ഹോട്ടലിലോട്ട് വരാം. ആരാ ഫോണിൽ സംസാരിച്ചത്? അതെന്റെ ഒരു കൂട്ടുകാരിയാ. ഷോപ്പിങ്ങിന് ചെല്ലാൻ വിളിച്ചതാ. എന്നിട്ട് ഞാൻ അനുവാദം ചോദിച്ചിട്ട് ചെല്ലാൻ ഒക്കെയുള്ളെന്ന് പറഞ്ഞു. ജയശ്രീ, നിന്റെ ഈ സൗന്ദര്യത്തെക്കാൾ എനിക്കിഷ്ടം എന്തെന്നറിയുമോ? നിന്റെ അനുസരണശീലം. വർണ്ണിച്ചതൊക്കെ മതി. ഞാൻ എത്ര നേരമേ കാത്തിരിക്കുക. കമ്പനിയിൽ ഇത്രമാത്രം ജോലി തിരക്കുണ്ടായിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് നിന്നോടുള്ള വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയെങ്കിലും നേരത്തെ ഇവിടെ എത്തിയത്. അങ്ങ് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതുവരെ ഈ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് വീർപ്പുമുട്ടലാണ്. ഞാൻ പോകുന്നതും രാപകൽ അധ്വാനിക്കുന്നതും നിനക്ക് വേണ്ടിയല്ലേ? എനിക്ക് അങ്ങയുടെ പണമല്ല വേണ്ടത്, സ്നേഹമാണ്. ഞാൻ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ടെങ്കിലും നീയാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസം. കൊച്ചമ്മ, പണ്ട് എവിടാന്ന് ജോലിക്കാരി വന്നിരിക്കുന്നു. ആരെ? നസീമയോ? അമ്മേ. എന്താ നസീമേ? അമ്മ ഞങ്ങളെ രക്ഷിക്കണം. എന്റെ കെട്ടിയന്റെ കേസ് വിധിക്കാൻ പോണത് അമ്മയാണെന്ന് അറിഞ്ഞണ്ട നമ്മളിവിടെ വന്നത്. ഇന്ന് വരെ അവര് ഒരു കള്ളം പറയോ ആരും ചതിക്കോ ചെയ്തിട്ടില്ല അമ്മേ. ഹംസ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്നാണ് പോലീസ് കള്ളക്കടത്ത് സാധനങ്ങൾ പിടിച്ചെന്ന് നസീമയ്ക്ക് അറിഞ്ഞൂടെ? അമ്മേ, അമ്മ അല്ലാതെ നമുക്ക് ആരുമില്ല. നമ്മളെ സ്വന്തം മക്കളെ പോലെ ചോറൂട്ടി വളർത്തിയതും അവരെ കൊണ്ട് നമ്മളെ നിക്കാഹ് കഴിപ്പിച്ചതും എല്ലാം അമ്മയല്ലേ. അമ്മേ, അവര് ജയിലിൽ പോയാ നമ്മളും കുഞ്ഞും തെണ്ടേണ്ടി വരും അമ്മേ. നസീമയുടെ വേദന എനിക്കറിയാം. നീ എന്നോട് പറഞ്ഞാലും ഇല്ലെങ്കിലും കേസിന്റെ തെളിവനുസരിച്ച് വിധിയുണ്ടാവും. നമ്മളെ കെട്ടിയാനെ വെറുതെ ശിക്ഷിപ്പിക്കാൻ വേണ്ടി ആ വിഷ്ണു എന്ന് പറയുന്നവൻ പണം വാരി എറിയുന്നുണ്ടാ കേൾക്കുന്നത്. നസീമ കരയാതിരിക്കും. അവന്റെ പണം കൊണ്ട് കോടതിയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. അവിടെ നീതിയെ നടക്കും. സത്യം ജയിക്കാൻ വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കും.
ഹംസയുടെ വിധി പറയുന്നത് വരെ നിന്റെ കുടുംബത്തിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും എന്നെ അറിയിക്കാൻ മടിക്കണ്ട. അമ്മേ, സാറ് ഹംസ ഭയപ്പെടണ്ട, നിനക്ക് ഞാനുണ്ട്. അവൻ ചതിച്ചത് നിന്നെയല്ല, എന്നെയാണ്. എന്റെ വക സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതിനിടയിൽ വിഷ്ണു കരുതിക്കൂട്ടിയാണ് നീയും ഞാനും അറിയാതെ ലോറിയിൽ കള്ളക്കടത്ത് സാധനങ്ങൾ കയറ്റിച്ചത്. അവൻ പറഞ്ഞതുപോലെ നീ പോലീസിന് മൊഴി കൊടുത്തിരുന്നെങ്കിൽ നിനക്ക് പകരം ഞാൻ ഇതിനകത്ത് കിടക്കേണ്ടി വന്നേനെ. ഞാൻ ഡ്രൈവർ ജോലി ചെയ്ത് അയാളുടെ ശമ്പളം വാങ്ങിയിരുന്നത് എന്നെ വിലയ്ക്ക് കൊടുത്തിട്ടായിരുന്നില്ല. പോലീസ് പിടിച്ച സാധനങ്ങൾ നിങ്ങളുടെ വകയാണെന്ന് പറയാൻ വേണ്ടി എനിക്ക് 10,000 രൂപ തരാമെന്നും കേസിൽപ്പെടുത്താൻ രക്ഷപ്പെടുത്താമെന്ന് അയാൾ പറഞ്ഞത്. ഹംസേ, നിന്റെ സത്യസന്ധതയ്ക്കും തന്റെ ഇടത്തിന് മുമ്പിൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. നീ കിടക്കുന്ന ഈ ലോകകപ്പിൽ ആ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമസ്ഥനുണ്ടല്ലോ, വിഷ്ണുവിന്റെ അച്ഛൻ, അവനെ കയറ്റിയില്ലെങ്കിൽ ഞാൻ അൻവറല്ല. ഇന്നെന്താ തീരാനെ? കേസൊന്നും കിട്ടിയില്ലേ? എന്ത് പറയാനാ, അടിയും കുത്തും ഉണ്ടാക്കുന്നവനൊക്കെ ജയിലിനകത്തല്ലേ. പുറത്തുള്ളവരാണ് തട്ടിക്കളയും വെട്ടിക്കളയും കുത്തിക്കളയും എന്ന് പറയാനല്ലാതെ കൈ പൊക്കാനുള്ള ധൈര്യം ഏതെങ്കിലും കഴിവറിക്കുണ്ടോ? എന്റെ പടച്ചോനെ, ഇന്നെങ്കിലും കവലയിൽ ഒരു അടി നടക്കണേ. ഈ ഒരു കാര്യം ഇവിടെ അടി ഉണ്ടാക്കി വെച്ചു. ഞാൻ വരാം. താൻ തന്നെ പാട് നോക്കണോ? എന്റെ പാടല്ലേ ഞാൻ നോക്കുന്നത്. നീയാണോ ബീരാൻ? എന്താ കേസ്? കേസിന്റെ കാര്യമൊക്കെ പിന്നെ പറയാം. സാക്ഷി പറയാൻ തയ്യാറുണ്ടോ? എന്റെ റേറ്റ് അനുസരിച്ചുള്ള കാശ് തന്നാൽ എന്ത് വേണമോ പറയാം, എവിടെ വന്ന് വേണമോ പറയാം. എന്താ റേറ്റ്? കൊലപാതകത്തിന് 2000 രൂപ, ബലാത്സംഗത്തിന് 1500, ആത്മഹത്യക്ക് 1000, പിടിച്ചുപറി പിക് പോക്കറ്റ് അടിപിടി 500, പിന്നെ പബ്ലിക് റോഡിൽ മുള്ളുക തുപ്പുക എന്നീ മൈനർ വകുപ്പുകൾക്ക് 100 രൂപ. ഞാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ മാനേജർ തോമസ് ആണ്. ചോദിക്കുന്ന പണം തരും. ഹംസയുടെ കേസിന് കോടതിയിൽ വന്ന് സാക്ഷി പറയണം. ഇത് 1000 രൂപയുണ്ട്. ഹംസയെ ശിക്ഷിച്ചാൽ കോടതിയിൽ വെച്ച് തന്നെ 1000 രൂപ കൂടെ തരും. സമ്മതിച്ചല്ലോ? എന്നാൽ വൈകിട്ട് ലോനപ്പം വക്കീലിന്റെ ഓഫീസിലേക്ക് വന്നേക്ക്. വന്നേക്കാ. ഹംസക്കെതിരായിട്ട് സാക്ഷി പറയാനേ അതിനവന്റെ വാപ്പ വരും. ബോണസ് കൊടുത്തതോടെ കമ്പനി കാര്യങ്ങളിൽ സമാധാനം കിട്ടി. ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് പരിഭവിക്കരുത്. എന്ത് കാര്യം? രാത്രിയും പകലും അങ്ങേക്ക് കമ്പനിയെ പറ്റിയേ ചിന്തയുള്ളൂ. ഇതിനിടയിൽ അല്പസമയം സ്വന്തം കാര്യത്തിനും കൂടി ചെലവഴിക്കണം. കമ്പനിക്കാരും സ്വന്തം കാര്യമല്ലേ? അല്ലെന്ന് പറയുന്നില്ല. ഞാൻ ഓർമ്മിപ്പിച്ചത് കുടുംബത്തിന്റെ കാര്യമാണ്. നിഷയെപ്പോലൊരു പെൺകുട്ടിയെ കൂടെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ രാജുവിന്റെയും രവിയുടെയും വിവാഹം ഒരുമിച്ച് അങ്ങ് നടത്താമായിരുന്നു. വിവാഹം മാത്രമല്ല, അത് കഴിഞ്ഞ് എല്ലാ സ്വത്തുക്കളുടെയും മേൽനോട്ടവും അവരെ ഏൽപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. സമയമായി, പോയിട്ട് വരാം. എന്താടാ രണ്ടുപേരും നിന്ന് താളം ചവിട്ടുന്നത്? അച്ഛന്റെ കൂടെ പോകുന്നില്ലേ? പോണം. കാര്യം പറയടാ. അമ്മേ, ചേട്ടന് പോക്കറ്റ് മണിയായി ചില്ലിപ്പൈ പോലും ഇല്ല. നിന്നുണ്ടോ? ഇല്ലമ്മേ. കാശ് വേണമെങ്കിൽ അച്ഛനോട് ചോദിക്കാമായിരുന്നില്ലേ? അച്ഛൻ അനുവദിച്ച ബഡ്ജറ്റെല്ലാം തീർന്നമ്മേ. ഇനി അമ്മ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിച്ചാലേ പെട്രോൾ അടിക്കുമ്പോൾ നിവൃത്തിയുള്ളൂ. പോടാ അവിടുന്ന്. ഊരക്കകത്ത് കാശുണ്ട്, എടുത്തിട്ട് വേഗം താക്കോൽ കൊണ്ടുപോവാ. എനിക്ക് കോടതി പോവാൻ നേരത്തെ. എന്താ വിഷ്ണു? എനിക്ക് ആന്റിയോട് അല്പം സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? അച്ഛനും ഹംസയ്ക്കും എതിരായിട്ടുള്ള കേസിന്റെ വിധി പറയാൻ സമയമായി അല്ലേ? അതെ. എനിക്കറിയാം വിധി എന്തായിരിക്കും. അച്ഛൻ കമ്പനിയുടെ ലോഡ് അയച്ചതിനോടൊപ്പം ഡ്രൈവറായ ഹംസ അറിയാതെ കള്ളക്കടത്ത് നടത്തിയിരിക്കുന്ന വാദം ശരിവെക്കും അല്ലേ? ആര് കുറ്റക്കാരനാണോ അവൻ ശിക്ഷിക്കപ്പെട്ട് തന്നെ ആകണമല്ലോ. അതിനല്ലേ പോലീസും കോടതിയും ഒക്കെ. ആന്റിക്ക് അറിയാമല്ലോ, അച്ഛൻ ഇവിടുത്തെ വലിയൊരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമയും എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയുമാണെന്ന്. ആ നിലയ്ക്ക് അച്ഛനെതിരായ ഒരു വിധി വന്നാൽ ഞാൻ പറയുന്നത്, ഹംസ വെറും ഒരു ലോറി ഡ്രൈവറാണ്. അയാൾ 5-10 വർഷം ജയിലിൽ കിടന്നാലും അയാൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. ഓ, അത് ശരി. പണമുള്ളവർക്ക് മാത്രമേ അന്തസ്സും അഭിമാനവും ഒക്കെ ഉള്ളൂ അല്ലേ? അതല്ല, ഒന്നുമല്ലെങ്കിലും നമ്മളൊക്കെ ബന്ധുക്കാരല്ലേ. പിന്നെ കേസ് കഴിഞ്ഞതിന് ശേഷം ആന്റിക്ക് ഒരു വീടും കാറും ഒക്കെ വാങ്ങിച്ചിടണമെന്ന് അച്ഛൻ പറയുന്നത് കേട്ടു. വിഷ്ണു, നീ പറഞ്ഞ ബന്ധത്തിന്റെ പേരിൽ നിന്നെ ഞാൻ ആട്ടി പുറത്താക്കുന്നില്ല. ഏത് കുറ്റത്തിന് ആരെ രക്ഷിക്കണം ആരെ ശിക്ഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് കോടതിയാണ്.
അവിടെ എനിക്കൊരു ബന്ധവുമില്ല, ബന്ധനവുമില്ല. മേലിൽ ഈ കാര്യവും പറഞ്ഞ് എന്റെ മുമ്പിൽ വരരുത്. ഈ കേസിലെ പ്രതിയായ ലോറി ഡ്രൈവർ ഹംസ നിർദോഷിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വിഷ്ണു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമസ്ഥനായ പ്രസാദ് കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ആളാണെന്ന് നിരുപാധികം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടുന്നതിനും നിരപരാധിയായ ഹംസയെ വിട്ടയക്കുന്നതിനും കോടതി ഉത്തരവായി. Congratulations. മിസസ് മേനൻ, ഒരു ജഡ്ജി എന്ന നിലയിൽ നിങ്ങൾ ശരിയായി തന്നെ വിധി പറഞ്ഞു. താങ്ക്സ്. ലക്ഷ്മി മേനൻ എന്ന സ്ത്രീ ഡിസ്ട്രിക്ട് ജഡ്ജിയുടെ വേഷമണിയുമ്പോൾ ബന്ധങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന് ബോധ്യമായി. വെരി ഗുഡ്. പക്ഷേ നാളെ നിങ്ങൾക്ക് സ്വന്തമായതെല്ലാം നിങ്ങളുടെ മുമ്പിലെ പ്രതിക്കൂട്ടിൽ വരുമ്പോഴും വിധി എഴുതാൻ ഈ കൈകൾ വിറയ്ക്കരുത്. അതിനുള്ള ശക്തി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. തോമസ്, എന്റെ ഡ്രൈവറായിരുന്ന ആ തെണ്ടി തൽക്കാലം നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഞാൻ ഇനി വിശ്രമിക്കുന്നത് എന്റെ അച്ഛനെതിരായി വിധി പറഞ്ഞ ലക്ഷ്മി മേനോനോടും ഹംസയോടും അവനെ കേസിൽ നിന്ന് രക്ഷിച്ച അൻവറിനോടും എന്റെ ശക്തി എന്താണെന്ന് തെളിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും. ഹലോ, മിസ്സസ് നായർ ഹിയർ. ആ ദേ, ഇന്ന് എന്നെ കളിപ്പിക്കരുത്. ഞാൻ ഹസ്ബൻഡിനോട് എന്തെല്ലാം കള്ളങ്ങൾ പറഞ്ഞാണ് ഹോട്ടലിലേക്ക് വരുന്നെന്നറിയാമോ? യെസ്, ഉടനെ എത്തിയേക്കാം. ഓക്കെ, ബൈ ബൈ. നിനക്കായി വാങ്ങിയതാണ്. ഇതണിഞ്ഞു നിന്നെ ഞാനൊന്ന് കാണട്ടെ. നീ ഇപ്പോൾ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. നിന്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടിരുന്നുവെങ്കിൽ ഞാനിപ്പോഴും അവിവാഹിതനായിരിക്കില്ലായിരുന്നു. വിവാഹം കഴിച്ചില്ലെങ്കിലും ഭാര്യയാണെന്ന് കരുതിക്കുള്ളൂ. അപ്പോൾ ഭർത്താവിനുള്ള സ്വാതന്ത്ര്യം എനിക്ക് തരേണ്ടി വരും. തന്നു കഴിഞ്ഞില്ലേ? ഇപ്പോഴാ ഒരു കാര്യം കോളേജിൽ പോയി നാളെ NCC പരേഡ് ഉണ്ടോ ചോദിക്കണം. ഒന്നുമല്ലേലും ഞാൻ നിന്റെ ചേട്ടനല്ലേ, എന്റെ അടുത്ത് വേണോ ഈ ഉരുണ്ടുകളി? കാളവാലും അറിയില്ലേ? നിശ്ചയെ കാണാൻ തന്നെ പോകുന്നത്. പക്ഷെ എന്റെ പൊന്ന് സഹോദര, അമ്മ ചോദിച്ചാൽ പരേഡിന് പോയെന്നേ പറയാവൂ. അല്ല, നിന്റെ ഒരു ഭാഗ്യമൊന്നല്ലാണ്ട് എന്ത് പറയാ? ആ, സത്യം പറഞ്ഞാൽ ഇതൊരു ഭാഗ്യം തന്നെ ഇങ്ങനത്തെ ചേട്ടനെ കിട്ടുന്നത്. സോപ്പടാ സോപ്പടാ. താങ്ക് യു ബ്രദർ. ഞാൻ കൊണ്ടുപോടാ. ഇതും വലിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാലേ നിന്റെ ശ്രീമതി കോപിക്കും. ചെല്ല് ചെല്ലടാ. എത്ര നേരമായി കാത്തു നിൽക്കുന്നു? എന്താ വൈകിയത്? സോറി മാഡം. പിന്നെ ചേട്ടച്ചേരെന്ന് പറഞ്ഞ് ഒഴിവാക്കണ്ടേ? കമോൺ.
ഹംസേ, എന്റെ ബിസിനസ്സുകളെല്ലാം തകർക്കാൻ വിഷ്ണു ഓടി നടക്കുകയാണ്. അവന്റെ അച്ഛനെ ജയിലിലാക്കി എന്റെ നേരെ വീണ്ടും തീക്കളിയാണ് നടത്തുന്നതെന്ന് അവൻ മനസ്സിലാക്കുന്നില്ല. നിരപരാധിയായ എന്നോട് ഇത്രയും നീചത്വം കാണിച്ച അവരിൽ നിന്നും നന്മ പ്രതീക്ഷിക്കുന്നതാണ് അബദ്ധം. ആ, നിന്നെ ഞാൻ വിളിപ്പിച്ചത് നിനക്ക് ജോലിക്ക് ജോലിയും പണത്തിന് പണവും തരാൻ. ഇന്നു മുതൽ നീ എന്റെ ലോറിയിലെ ഡ്രൈവറാണ്. വളരെ നന്ദി സാർ. അങ്ങയ്ക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. വെരി ഗുഡ്. എങ്കിൽ നാളെ ലോറിയിൽ കയറാൻ തയ്യാറായിട്ട് വരും. നീയോ? അതെ, ഞാൻ തന്നെ. നിങ്ങളോട് സംസാരിക്കുമെന്ന് കരുതിയിട്ട് കുറെ നാളുകളായി. സംസാരിക്കുന്നില്ലെങ്കിലും എന്റെ വിവരങ്ങൾ മുഴുവൻ അറിയുകയും അതെല്ലാം യഥാസമയം പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഉണ്ട്. കളി തുടങ്ങി വെച്ചതും പോലീസിന് വിവരങ്ങൾ നൽകി എന്റെ അച്ഛനെ ജയിലിലാക്കി ആദ്യം ജയിച്ചതും നിങ്ങളാണ്. ഇനി നമ്മളിലൊരാൾ നശിക്കുന്നത് വരെ ഈ കളി തുടർന്നേ തീരൂ. പക്ഷേ ഒന്നോർത്തോളൂ, അവസാന വിജയം എന്റേതായിരിക്കും. നിന്റെ പിറന്നാളല്ലേ, നിനക്ക് ചന്ദനക്കുറി ഞാൻ തൊടുപ്പിക്കാം. എന്റെ ദേവി, ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എല്ലാ ദിവസവും സന്തോഷമായിരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. അമ്മ ഒരു ജഡ്ജല്ലേ, ഈ അമ്പലത്തിലേക്ക് വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കുമെന്ന് അമ്മ വിശ്വസിക്കുന്നുണ്ടോ? എന്റെ ഈ രണ്ട് കൈകൾ നിങ്ങളാണ് മക്കളെ. തൊഴുതു പിടിക്കുന്ന ഈ കൈകൾക്ക് മുമ്പിൽ വിഗ്രഹമുണ്ട്, പിന്നെ എന്റെ ഹൃദയമുണ്ട്. അവിടെ നിങ്ങളുടെ അച്ഛൻ. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണം? തോറ്റവും സമ്മതിച്ചു ചേട്ടാ. അമ്മയുടെ മുമ്പിൽ തോക്കുന്നതല്ലേ. ആ ലക്ഷ്മി, വൈകിട്ടത്തെ പാർട്ടിക്ക് ആരൊക്കെ വരുമെന്ന് പറയാനൊക്കില്ല. അച്ഛൻ ധൈര്യമായിട്ട് പൊക്കോളൂ അച്ഛാ, അതൊക്കെ ഞങ്ങളെ